ഉള്ളേരി മീൻ മാർക്കറ്റിന് സമീപം മാതാം തോട്ടിൽ മീനുകൾ ചത്തുപൊന്തിയ നിലയിൽ. മീൻ മാർക്കറ്റിന് സമീപം മാതാം തോട്ടിൽ മീനുകൾ കൂട്ടമായി ചത്തുപൊന്തിയ നിലയിൽ. ഉള്ളേരി ടെറഫിന്റെ പുറകുവശം മുതൽ മാർക്കറ്റ് വരെയുള്ള തോട്ടിലാണ് മീനുകൾ ചത്തുപൊന്തിയ നിലയിൽ കാണപ്പെട്ടത്. ഈസ്റ്റ് മുക്ക് മുതൽ തെരുവത്ത് കടവ് വരെ ഉള്ളവർ ആശ്രയിക്കുന്ന തോടാണിത്. മീനുകളെ പിടിക്കാൻ വേണ്ടി നഞ്ച് കലക്കിയതാണോ എന്നും സംശയമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഉള്ളേരി ടൗണിലൂടെ പോകുന്ന തോട് ഇന്നലെ സാമൂഹ്യ വിരുദ്ധരെന്തോ വിഷം കലക്കി. അപ്പോൾ മീനുകളും പല തരം മീനുകളും ചത്തുപൊന്തി. കക്കൂസ് മാലിന്യവും വേറെ കലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം അധികൃതരോട് അപേക്ഷിക്കുന്നു. ഉള്ളേരി ഈസ്റ്റ് മുക്ക് വഴി ഒഴുകുന്ന തോടാണ്. അപ്പോൾ ഇതിൽ ആരോ നഞ്ഞ് കലക്കി രാത്രി ഫുൾ വിഷാംശം കക്കൂസിൻ്റെ വേസ്റ്റ് മുതലായവ തോട്ടിലേക്കാണ് ഇട്ടത്. അപ്പോൾ മീനൊക്കെ ചത്തുപൊന്തി. എല്ലാ മീനും ഒരു മീൻ എന്ന് പറഞ്ഞ സാധനമല്ല, തോട് മൊത്തം മലിനമായി കിടക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല എന്നാണ് ഇവിടെ ഉള്ളേരി കണ്ടുവരുന്നത്. അപ്പോൾ ഇത്രയും ഇതായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ തോട്ടിലേക്ക് പല ആവശ്യത്തിനും വെള്ളം എടുക്കാനും ഒരാവശ്യത്തിനും പറ്റുന്നില്ല. പീടികയിലേക്കായാലും മാർക്കറ്റിലേക്കായാലും ഒന്നിനും പറ്റുന്നില്ല. ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ നാട്ടുകാർ പ്രതികരിക്കണം എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈസ്റ്റ് മുക്ക് മുതൽ തിരുവത്ത് കടത്ത് വരെ ഈ വെള്ളം പല ആളുകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് വന്നിട്ട് രോഗങ്ങൾ വരാണ്ടിരിക്കുക നോക്കുക. തോട്ടിലെ വെള്ളം ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ വളരെ പ്രശ്നമായി നിൽക്കുകയാണ്. അത്രയും ഇതിലാണുള്ളത്. ഇപ്പോൾ എന്താ കലക്കിയെന്നറിയില്ല. അപ്പോൾ അത്രയും വിഷമുള്ള എന്തോ രാസവസ്തുവാണ് ഇത് കലക്കിയത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ തോട്ടിലെ വെള്ളത്തിന്റെ നിറം മാറുകയും മീനുകൾ ചത്തളിഞ്ഞ നിലയിലും ആണ്. എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.